ഹായ്! ഇന്ന് ഞാൻ സാധാരണ വരും പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഹെയർ ഓയിൽ, കുറച്ച് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ കുറച്ച് സെയിലൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു ഹെയർ ഓയിലാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കണത്. അപ്പം ഞാനൊരു 15 ലിറ്റർ ഹെയർ ഓയിലിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനായിട്ടൊരു 15 ലിറ്റർ വെളിച്ചെണ്ണ, അത് ശുദ്ധമായ പ്യുവർ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ പല പല ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണകളൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അത് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും അങ്ങനെയുള്ളൊരു വെളിച്ചെണ്ണയിലല്ല ഇത് ചെയ്യണത്. ഇത് ശുദ്ധമായ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യണത്. അപ്പം അതിനാവശ്യമുള്ള സവാള, പിന്നെ വേണ്ടതാണ് ചായപ്പൊടി. അപ്പം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത്. അപ്പം ഈ സവാള ഒരു കേടുമില്ലാത്ത നല്ല സവാള, ഫസ്റ്റ് ക്വാളിറ്റി സവാള തന്നെ നോക്കിയെടുക്കണം. പിന്നെ അത് ഇങ്ങനെ 2-3 വട്ടം നല്ല രീതിയിൽ അതിൻ്റെ ഈ ചില സവാളയിൽ ഇങ്ങനെ കറുപ്പൊക്കെ ഉള്ള സവാള ഉണ്ടാവും, അത് വാങ്ങാനേ പാടില്ല. ഇത് ഫസ്റ്റ് ക്വാളിറ്റി സവാള തന്നെ വാങ്ങണം. ഇതിന് അങ്ങനെയുള്ള കറുത്ത പൂപ്പലോ ഒന്നുമില്ല ഈ സവാളക്ക്. എന്നാൽ പോലും ഞാൻ നല്ല രീതിയിൽ ഇത് കഴുകിയെടുക്കണുണ്ട് കേട്ടോ. ഈ സവാളയിൽ അങ്ങനെയുള്ള പൂപ്പലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹെയർ ഓയിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പം ഒരു വട്ടം കഴുകിയെടുത്ത് ഇനി രണ്ടാമതും ഒന്നുകൂടിയും നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഹെയർ ഓയിൽ വാങ്ങണ എൻ്റെ കസ്റ്റമർ പലരും പറയുന്നുണ്ട് അവർ ചെയ്ത് നോക്കിയിട്ട് ശരിയാവണില്ല, പൂത്ത് പോകണമെന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വെളിച്ചെണ്ണ, അതുപോലെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ വെളിച്ചെണ്ണയൊക്കെ ആയാലും സംഭവം ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വട്ടം സവാള കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളത്തിലും കൂടിയും കഴുകിയെടുക്കുകയാണ്. അത് എന്തെങ്കിലും ഫംഗസ് ഇനി അതിലുണ്ടെങ്കിൽ അതും കൂടി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചൂടുവെള്ളത്തിലും കൂടി കഴുകിയെടുക്കണത്. അപ്പോൾ ഇതിന് ഇത്തിരി ചൂട് കൂടുതലാണ്, അത്രയും ചൂട് പാടില്ല. അപ്പോൾ സാധാരണയിൽ നിന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കംപ്ലീറ്റ് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചേക്കണ ചായപ്പൊടി ഏതാണെന്ന് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ടു കാണുമല്ലേ. അത് RCMൻ്റെ ചായപ്പൊടിയാണ്. ഈ RCMൻ്റെ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സവാള ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയ ശേഷം നമുക്ക് ഇതിങ്ങനെ തുടച്ചെടുക്കണം. ഒരല്പം പോലും വെള്ളം അതിൽ ബാക്കി നിൽക്കാത്ത രീതിയിൽ നല്ല കോട്ടൻ്റെ ടവൽ വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കണം. അത് നമ്മൾ വേറെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കണ ഒരു ടവൽ ആവരുത്. ഇതിന് വേണ്ടി മാത്രം ഞാൻ വെച്ചേക്കണ ഒരു ടവലാണത്. അപ്പം ഇതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സവാള എല്ലാം ഇങ്ങനെ തുടച്ചത് ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം അങ്ങനെ ചെയ്യാം. ഇനി ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയായിട്ട് ഞാൻ കട്ട് ചെയ്യണ ഒരു സാധനം ഞാൻ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള മൊത്തം ഇങ്ങനെ അരിഞ്ഞെടുക്കണം. പിന്നെ ഈ ചായപ്പൊടിയുടെ കാര്യം പറഞ്ഞത് അത് RCM കമ്പനിയുടെ ചായപ്പൊടിയാണ്. നിങ്ങൾക്കറിയോ RCM കമ്പനീനെ കുറിച്ച്? അതൊന്ന് നെറ്റിൽ അടിച്ചു നോക്കണം കേട്ടോ. ഒരു കെമിക്കലും ഇല്ലാത്ത, കെമിക്കൽ ഫ്രീ ആണ് അവരുടെ എല്ലാ പ്രൊഡക്ട്സും. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങണ ഒരു ചായപ്പൊടി ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ RCM കമ്പനിയുടെ ചായപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചേക്കണത്. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കണ ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും നിങ്ങൾക്കിത് കിട്ടാതിരിക്കില്ല. അപ്പം ഞാൻ എല്ലാ സവാളയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പ്രിപ്പറേഷനൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. സാധാരണ കാച്ചിയെടുക്കണ ഒരു വെളിച്ചെണ്ണയല്ല കേട്ടോ ഇത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. നിങ്ങൾക്ക് കേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് തയ്യാറാക്കണേന്ന്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൊടുക്കണം. കുറേ ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ ലൈക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ലൈക്കും തന്ന് നിങ്ങളുടെ കമൻസുകളൊക്കെ ഇതിന് താഴെ അറിയിക്കണം കേട്ടോ. ഇനി ഈ പാത്രം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ സവാള മാറ്റി വെച്ചിട്ടുണ്ട്, വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അളവൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണക്ക് ഇത്രയും സവാള ഇത്രയും ചായപ്പൊടി എന്നുള്ള അളവൊക്കെ ഉണ്ട്. അപ്പോൾ ആ അളവിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തേക്കുന്നത്. അപ്പോൾ ഒരല്പം പോലും വെള്ളമൊന്നും ഇല്ലാതെ തുടച്ച നല്ല സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സാധനങ്ങളാണ് ഈ സവാളയും അതുപോലെ അതേ ചായപ്പൊടി. RCM കമ്പനിയുടെ ചായപ്പൊടിയാണ് കേട്ടോ, കെമിക്കൽ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളത് അതിനെക്കുറിച്ച് അറിയില്ലാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, ഈ RCM പ്രൊഡക്ട്സിനെ പറ്റി. അത്ര പോലും കെമിക്കൽസ് ഒന്നും ഇതിൽ വരരുതെന്ന് ആഗ്രഹിക്കണോണ്ടാണ് ഞാൻ ഇത്തിരി വില കൂടുതലാണെങ്കിലും ഞാൻ അത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഞാനത് ഈ ബക്കറ്റ് കഴുകി ഉണക്കി തുടച്ചെടുത്ത ബക്കറ്റാണ് കേട്ടോ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണം കൊണ്ടായിരിക്കും നമ്മുടെ ഹെയർ ഓയിലിന് ഇത്രയും ഗുണങ്ങളുള്ളത്. ചീത്തയായി പോവാതെ നിൽക്കണതും ഈ വെളിച്ചെണ്ണയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും. അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെയർ ഓയിലിന് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് അല്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയുടെ ഒക്കെ വില കുറയുമ്പോൾ ഞാൻ അതനുസരിച്ച് എൻ്റെ ഹെയർ ഓയിലിൻ്റെയും വില കുറവായിരിക്കും. ഇപ്പം നല്ല വിലയുള്ള ഒരു ടൈമാണ്. ഹോൾസെയിൽ വില തന്നെ 265 രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണക്ക്. അതുപോലെ സവാളയും നല്ല റേറ്റുള്ള ഒരു ടൈമാണ്. 80 രൂപ ഒക്കെ ഉണ്ട് ഇപ്പോൾ സവാളയുടെ വില. അപ്പോൾ അതനുസരിച്ച് ഞാൻ റേറ്റ് കൂടുന്നതനുസരിച്ച് എൻ്റെ ഹെയർ ഓയിലിൻ്റെ റേറ്റും അല്പം കൂട്ടുകയും ചെയ്യും. അതുപോലെ വെളിച്ചെണ്ണയുടെയൊക്കെ വില കുറയണതനുസരിച്ച് അതിൻ്റെ വിലയും ഹെയർ ഓയിലിൻ്റെ വിലയും താഴ്ത്തുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് സവാളയും ചായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഒരു വൃത്തിയുള്ള ഒരു PVC പൈപ്പ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ചായപ്പൊടി ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ഇളക്കിയെടുക്കാനായിട്ട്. ചായപ്പൊടിയും സവാളയൊക്കെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കണേണ്. അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇത് 21 ദിവസമാണ് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണത്. അപ്പോൾ ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓയിൽ എടുത്ത് അതിന് മുമ്പായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോഴെല്ലാം ഞാൻ നിങ്ങളെ ഇത് ഇളക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പണി. ഇത്രയൊക്കെ ഉള്ളൂ എന്നല്ല, നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അപ്പം ഇനി 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഈ ഹെയർ ഓയിൽ അപ്പോഴേക്കും ഒരു ഹെയർ ഓയിലാവും ഇത്. അപ്പോൾ ഇത് 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഹെയർ ഓയിൽ ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അത് മൂടി വെച്ചിട്ട് എയർ കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിക്കണ്ട കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് പല വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഓയിലിൻ്റെ രൂപത്തിൽ നമുക്ക് ഹെയർ ഓയിൽ ഞാൻ നിങ്ങളെല്ലാം പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങളുടെ ഓർഡർ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി എന്നാൽ.